പിണറായിയും മോദിയും ഒരേ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ഇരുവർക്കും അധികാരം അവരുടെ കയ്യിൽ മാത്രം ഒതുക്കണം. കേരളത്തിലെ സമാധാന അന്തരീക്ഷം ഭീഷണിയിലാണെന്നും LDFും BJPയും ഒരേ ധാരണയിൽ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പീരുമേട് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ പ്രചരണ യോഗം ഏലപ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഖാർഗെ. LDFും BJPയും ഒരേ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത്. പിണറായിയും മോദിയും ഒരേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇരുവർക്കും അധികാരം അവരുടെ കയ്യിൽ മാത്രം ഒതുക്കണം. കേരളം എപ്പോഴും പുരോഗമന ചിന്തയുള്ള സംസ്ഥാനമാണ്. പക്ഷേ കേരളം ഇപ്പോൾ പുറകോട്ടാണോ സഞ്ചരിക്കുന്നതെന്നാണ് സംശയം. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാർ അഴിമതിയുടെ നിഴലിലായി കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ വെച്ച വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. FCR ബില്ല് ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചാണ് അവതരിപ്പിച്ചത്. നിയമ ഭേദഗതി പരിഷ്കാരമല്ല, അക്രമമാണെന്നും ക്രിസ്തീയ സഭയെ മാത്രമല്ല പൊതുസമൂഹത്തെ തന്നെയാണ് ആക്രമിക്കുന്നതെന്നും ഖാർഗെ ഏലപ്പാറയിൽ പറഞ്ഞു. Concerns increasing incidents of political violence and deteriorating law and order have created fear among citizens. Kerala's tradition of peace is under threat. Nexus of BJP and left. They tell that they attack Congress, but today the left and BJP both are going together to pursue the people of Kerala. In fact, I heard people say Kerala's Modi is Pinarayi Vijayan, and that the BJP and LDF have secret concerns over the land rights, wildlife attacks and health care. Thousands of families in this area still don't have land titles for land they have lived on for the generations. We will simplify laws and every deserving family gets their pattas. Farmers are living in fear due to increasing elephant and wild boar attacks. We will ensure proper protection, quick response and fair compensation. അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏലപ്പാറയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. ദേശീയ, സംസ്ഥാന, ജില്ലാ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. 100 കണക്കിന് പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. ആവേശോജ്വലമായ സ്വീകരണമാണ് ഖാർഗെയ്ക്കും അഡ്വക്കേറ്റ് സിറിയക് തോമസിനും ഏലപ്പാറയിൽ ലഭിച്ചത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.